ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ പോരാടാൻ ഉറച്ച് പോരാടിയതിൻ്റെ ഭാഗമായിട്ടാണ്, ഭയത്തെ കീഴ്പ്പെടുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സമരത്തെ വിജയിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതിപ്പോഴും ഞാൻ പറയുന്ന ഒന്ന്, ഇത് ജന്തർ മന്ദറിലെ മാത്രം സമരമല്ല, നീറ്റിൻ്റെ മാത്രം സമരമല്ല, ഇന്ത്യയെ വീണ്ടെടുക്കാൻ വേണ്ടി ഇന്ത്യയിലെ ജനങ്ങൾ നടത്തിയ സമരമാണ്. രാജ്യത്താകമാൻ കേരളത്തിൽ നടത്തിയ സമരം, തമിഴ്നാട്ടിൽ നടത്തിയ സമരം, ആന്ധ്രയിൽ നടത്തിയ സമരം, തെലുങ്കാനയിൽ നടത്തിയ സമരം, രാജസ്ഥാനിൽ നടത്തിയ സമരം, ആൻഡമാനിൽ നടത്തിയ സമരം, ഗുജറാത്തിൽ നടത്തിയ സമരം, ഈ സമരങ്ങളുടെ എല്ലാം ഫലമായിട്ടാണ് ഈ വിജയത്തിലേക്ക് ഈ സമരത്തെ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന മോദിയുടെ വിശ്വസ്തന് രാജിവെക്കേണ്ട ഗതി ചരിത്രത്തിൽ തന്നെ. ദേശീയ വിദ്യാഭ്യാസ നയം 2020 കരട് വരുന്നത് 2019 ആ കരട് വന്ന ഘട്ടത്തിൽ ആ നയത്തിനെ സ്വാഗതം ചെയ്ത ഒരു രാഷ്ട്രീയ സംവിധാനമേ ഉള്ളൂ. അത് സംഘപരിവാറുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ അധ്യാപക സംഘടനയാണ്. ഞങ്ങൾ പറഞ്ഞ നിർദ്ദേശങ്ങളുടെ 60% ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത്. ബാക്കി വരുന്ന 40% വരും ദിവസങ്ങളിൽ നടപ്പിലാക്കാൻ ശ്രമിക്കണമെന്ന് പറഞ്ഞാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത്. അത് 2020 അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നു. ആ ഘട്ടത്തിൽ തന്നെ നമ്മൾ പറഞ്ഞ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ നിർവചനം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നാണ് BJPയും സംഘപരിവാറും പറയുന്നതെങ്കിൽ കഴിഞ്ഞ 4-5 വർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അതൊരു നാഷണൽ എക്സ്ക്ലൂഷൻ പോളിസിയായി. ഇൻക്ലൂഷൻ അല്ല, ഉൾക്കൊള്ളുക എന്നതിനപ്പുറത്തേക്ക് പുറന്തള്ളുക, വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ നിന്ന് പുറന്തള്ളുന്ന പോളിസിയായി അതിനെ മാറ്റി. അതിന്റെ ഭാഗമായി ഞാൻ കുറച്ച് കണക്കുകൾ ഇവിടെ പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിനെ 3 C's ഇതിനെ നിർവചിക്കാൻ വേണ്ടി പറ്റുന്നത്: 1, സെൻട്രലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ, കമ്മ്യൂണലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തെ കേന്ദ്രീകരിക്കുക, വിദ്യാഭ്യാസത്തെ കച്ചവടവൽക്കരിക്കുക, വിദ്യാഭ്യാസത്തെ വർഗീയവൽക്കരിക്കുക. ഇന്ന് അതിനോടൊപ്പം സബ്സ്റ്റിറ്റ്യൂട്ടായി 1 Cയും കൂടെ വേണമെങ്കിൽ നമുക്ക് എഴുതി ചേർക്കാം അവരുടെ കാഴ്ചപ്പാടിൽ. അത് ക്രിമിനലൈസേഷൻ ആണ്. ഈ 3 വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി സമരം ചെയ്യുമ്പോൾ ആ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ ക്രിമിനലുകളായി വിശേഷിപ്പിക്കാനാണ് സംഘപരിവാറും BJPയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു ഉദാഹരണം, SFIയുടെ ഇപ്പോഴത്തെ കേന്ദ്ര കമ്മിറ്റിയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വിദ്യാർത്ഥിനിയാണ് സഖാവ് കാന്തികുമാരി. SFIയുടെ ബീഹാർ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്. 21 വയസ്സ് മാത്രമാണ് ആ കുട്ടിയുടെ പ്രായം. നളന്ദയുടെ പ്രാധാന്യം നമുക്കറിയാം ചരിത്രത്തിൽ. ആ നളന്ദ ജില്ലയിലെ നഗർനൌസ ഗ്രാമത്തിൽ ആ കുട്ടി കഴിഞ്ഞ 40 ദിവസം ജയിലിലായിരുന്നു. ആ കുട്ടി മാത്രമല്ല, ആ കുട്ടിയുടെ സഹോദരി, നളന്ദ ജില്ലാ പ്രസിഡന്റാണ് ആ കുട്ടിയുടെ സഹോദരി, കാന്തിയുടെ സഹോദരി. അതോടൊപ്പം 39 വിദ്യാർത്ഥികൾ, ആ വിദ്യാർത്ഥികളെല്ലാം തന്നെ 21 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. 39 വിദ്യാർത്ഥികൾ 40 ദിവസത്തോളം ബീഹാർ ജയിലിലായിരുന്നു. അവർ ചെയ്ത തെറ്റ്, ക്രൈം, അതാ ഞാൻ പറഞ്ഞ ക്രിമിനലൈസേഷൻ എന്ന അവരുടെ പുതിയ അജണ്ടയാണത്. അവർ ചെയ്ത ക്രൈം എന്ന് പറയുന്നത് അവരുടെ ഗ്രാമത്തിൽ ഒരു സർക്കാർ സ്കൂൾ വേണമെന്ന് പറഞ്ഞ്, സർക്കാർ കോളേജ് വേണമെന്ന് പറഞ്ഞ് സമരം ചെയ്തു. അതാണ് അവർ കണ്ട ക്രിമിനൽ. ആ ഒരു 21 വയസ്സുള്ള ഒരു കുട്ടികള്, അല്ലെങ്കിൽ 19-20 വയസ്സുള്ള കുട്ടികള് ഒരു ഗ്രാമത്തിൽ സർക്കാർ കോളേജ് അനുവദിക്കുക എന്ന് പറഞ്ഞ് സമരം ചെയ്തതിന്റെ പേരിൽ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായിരിക്കും 40 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നത്. ആ കുട്ടിയെ ആ ജയിലിൽ കാണാൻ SFIയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സഖാവ് ശ്രീജൻ പോയിരുന്നു. അപ്പൊ ആ കുട്ടി, 3 പെൺകുട്ടികളാണ് വനിതാ ജയിലിൽ കിടന്നത്, ബാക്കി കുട്ടികളെല്ലാം മറ്റ് ജയിലിലായിരുന്നു. അപ്പൊ ആ കുട്ടി ജയിലിനകത്ത് എനിക്ക് തോന്നുന്നു 32ാമത്തെ ദിവസത്തിലായിരിക്കും. ആ കുട്ടിയെ കാണാൻ അവിടെ ചെന്നപ്പോ കാന്തി പറഞ്ഞത്, നമ്മൾ ഉൾപ്പെടെ ഇത്രയും 32 ദിവസം ജയിലിൽ കിടക്കുന്നു. ആദ്യം 21 വയസ്സുള്ള ഒരു പെൺകുട്ടി, ബീഹാറിൽ ഇടതുപക്ഷത്തിനാകെ CPM-നാകെയുള്ളത് ഒരു MLA മാത്രമാണ്. അപ്പം ആ സാഹചര്യത്തിലാണ്. അപ്പൊ ആ കുട്ടി പറഞ്ഞു, എനിക്ക് വളരെ സന്തോഷമാണ് ഈ സമരത്തിന്റെ ഭാഗമായി ജയിലിൽ കിടക്കേണ്ടി വന്നത്. പക്ഷെ ഞാൻ
എന്ന് പുറത്തിറങ്ങുന്നോ അന്ന് മുതൽ ഈ സമരത്തിന്റെ തുടർച്ച ഞാൻ ഏറ്റെടുക്കും. വീണ്ടും ജയിലിൽ പോകാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് ആ ജയിലിനകത്ത് 32 ദിവസം കിടന്ന് 21 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി SFIയുടെ ജനറൽ സെക്രട്ടറി എടുത്ത് പറഞ്ഞു. എനിക്ക് ഈ കഴിഞ്ഞ ഒരു 2 മാസത്തിനിടയിൽ ഈ ജന്തർ മന്ദറിൽ നടന്ന സമര വിജയത്തിനപ്പുറം രാജ്യത്തെ വിദ്യാർത്ഥികളുടെ പ്രതിനിധിയായി ഗാന്ധി നമ്മളോട് സംസാരിച്ചതാണ്. ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ഈ ജന്തർ മന്ദറിലെ സമരം, രാജ്യത്താകമാനം നടന്ന ഈ സമരം നമുക്ക് മുമ്പാകെ വെക്കുന്നത്, ഇന്ത്യയിലെ ജനതയ്ക്ക് മുമ്പാകെ വെക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ഞങ്ങൾ ഭയപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഭയത്തെ ഇന്ത്യൻ ജനത കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അതിന്റെ വിജയമാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി. ഇന്ത്യൻ ഹിറ്റ്ലർ നരേന്ദ്രമോദി, അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വിശ്വസ്തൻ, എപ്പോഴും ഇവിടെ കാർത്തികേയൻ സാർ ഉൾപ്പെടെ പറഞ്ഞു, അവരുടെ ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്ന ഒരു വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പാണ്. ഹെഡ് കോർ സംഘപരിവാറുകാരെ ആയിരിക്കും അതിന്റെ മന്ത്രിമാരായി നിർവഹിക്കും, ആ ചുമതല കൊടുക്കുന്നത്. അപ്പൊ ആ നിലയിൽ അടിയറവ് പറയേണ്ടി വന്നു. അപ്പൊ ആ നിലയിൽ ഇപ്പോ ആ ഘട്ടത്തിൽ തന്നെയാണ് ആസാം മുഖ്യമന്ത്രി പ്രത്യേകം വാർത്താ സമ്മേളനം നടത്തുന്നു ഒരു ദിവസം. ആ വാർത്താ സമ്മേളനം SFIക്കെതിരെ പറയാൻ വേണ്ടി. നോക്ക്, ആസാം പോലുള്ള സംസ്ഥാനത്തിനകത്ത് അവിടുത്തെ മുഖ്യമന്ത്രി ഹെമന്ത് ബിശ്വാസ്, പഴയ കോൺഗ്രസ്സുകാരൻ, വാർത്താ സമ്മേളനം വിളിച്ചു പറയുന്നു SFIക്കാർക്കെതിരെ NSA നിയമം ചുമത്തും. എന്താ കാര്യം? രാജ്യത്തെ വിദ്യാഭ്യാസ കൊള്ളയ്ക്കെതിരെ, കോർപ്പറേറ്റുകൾ നടത്തുന്ന കൊള്ളയ്ക്കെതിരെ, രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമത്തിനെതിരെ, കച്ചവടവൽക്കരിക്കാനുള്ള ശ്രമത്തിനെതിരെ നടത്തുന്ന സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഒരു മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം വിളിച്ച് ആസാമി പറയേണ്ടി വന്നു SFIക്കെതിരെ NSA നിയമം ചുമത്തും. അതാണ് ഈ ക്രിമിനലൈസേഷൻ. അതായത് ഇതിനെതിരെ സമരം നടത്തുന്ന വിദ്യാർത്ഥികളെല്ലാം തന്നെ ക്രിമിനലുകളായി മാറ്റാൻ വേണ്ടിയുള്ള പ്രൊപ്പഗണ്ട കൂടി. ഇതിന്റെ 2ാം ഭാഗത്തിൽ എനിക്ക് ജന്തർ മന്ദർ നടന്ന സമരവും നീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന സമരവും ഉൾപ്പെടുത്താമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിദ്യാഭ്യാസത്തെ കേന്ദ്രീകരിക്കുക NEPയുടെ നയമായിരുന്നു. 1976 വരെ, അതായത് സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതായിരുന്നു വിദ്യാഭ്യാസം. അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിലാണ് സ്റ്റേറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ സംവിധാനത്തെ കൺകറന്റ് ലിസ്റ്റിലേക്ക്, കേന്ദ്രത്തിന്റെ സംസ്ഥാനത്തിന്റെ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുന്നത്. ആ 76-ന് ശേഷം, അതായത് ഇന്ന് BJPക്ക് രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തെ അടിക്കാൻ, പിടിച്ചെടുക്കാനുള്ള വടി ആദ്യം കൊടുക്കുന്നത് ആരാ? കോൺഗ്രസ് ആണ്. സ്റ്റേറ്റ് ലിസ്റ്റ് നമ്മളിപ്പോഴും ആവശ്യപ്പെടുന്നത് വിദ്യാഭ്യാസം സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടേണ്ട ഒന്നാണ്. കേന്ദ്രത്തിന്റെ സഹായം, ഫണ്ടിങ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനങ്ങളെ സഹായിക്കാൻ വേണ്ടി വരേണ്ടതാണ്. പക്ഷെ ആ വടി കോൺഗ്രസ് കൊടുത്തു പോയി. ഇന്ന് ആ വിദ്യാഭ്യാസ സംവിധാനത്തെ കൺകറന്റ് ലിസ്റ്റിൽ നിന്ന് കേന്ദ്ര ലിസ്റ്റിലേക്ക് എങ്ങനെ വിവിധ സർവകലാശാലകളെ ഉപയോഗിച്ച്, അതിന്റെ ചട്ടക്കൂടുകളെ ഉപയോഗിച്ച്, ഭരണ സംവിധാനത്തെ ഉപയോഗിച്ച് കേന്ദ്രീകരിക്കുക എന്നൊരു പ്രക്രിയയാണ് ഇപ്പോ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഇംപ്ലിമെന്റ് ചെയ്തതിന് ശേഷം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ സെൻട്രൽ ലിസ്റ്റിലേക്ക്, കാരണം സംസ്ഥാന സർവകലാശാലകളുടെ സ്വയംഭരണ അവകാശങ്ങളെ പോലും വെല്ലുവിളിക്കുന്ന സമീപനം നമ്മൾ കേരളത്തിലെല്ലാം കണ്ട സർവകലാശാല VC നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അക്കാഡമിക് കൗൺസിൽ നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വിവിധ വകുപ്പ് സംവിധാനങ്ങളുമായിട്ടുള്ള നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നമ്മുടെ കരിക്കുലർ സംവിധാനത്തിനകത്ത് ഉൾപ്പെടെ അവർ തീരുമാനിച്ചു തരുന്ന കരിക്കുലർ LOCF അത് ഏറ്റവും അവസാനം പിൻവലിക്കേണ്ടി വന്നു. പക്ഷെ അത് പുതിയ നിലയിൽ വരും. അപ്പൊ ആ നിലയിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയുള്ള ശ്രമം ഈ സെൻട്രലൈസേഷന്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, ഇപ്പൊ ഈ കഴിഞ്ഞ ഒരു 12 വർഷം നമ്മൾ വിലയിരുത്തണം. BJP അധികാരത്തിൽ വന്ന് ഇപ്പം പറഞ്ഞ ഒരു വലിയ മാറ്റം ഇന്ത്യയിലാകമാനം തന്നെ കൊണ്ടുവരും, വികസിത് ഭാരത് എന്നെല്ലാം പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി കഴിഞ്ഞ 12 വർഷത്തെ രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ സ്ഥിതി, ഇതിപ്പോ വിദ്യാർത്ഥികളെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, ഭാവിയിലെ തലമുറയെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല, ഇന്ത്യയിലെ ജനതയാകമാനം തന്നെ ബാധിക്കുന്ന വിഷയമാണ്. അപ്പൊ ഇതിന്റെ സമരമുന്നണി എന്ന് പറയുമ്പോൾ, നമ്മൾ ഇതിന്റെ പ്രതിരോധമാണ് ചർച്ച ചെയ്യുന്നത്. ഇതിന്റെ സമരമുന്നണി എന്ന് പറയുമ്പോൾ രാജ്യത്തെ എല്ലാ ജനങ്ങളും ഇതിനകത്ത് ഉൾച്ചേരേണ്ടതാണ്. അതിന്റെ കാരണം എന്താ? ഇപ്പം വിദ്യാഭ്യാസത്തിന്റെ ഇപ്പം കഴിഞ്ഞ കണക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ, ഈ NEPയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ സംവിധാനവുമായി ബന്ധപ്പെട്ട് പ്രീ സ്കൂൾ എഡ്യൂക്കേഷന്റെ പങ്ക് മാറ്റി നിർത്താൻ പറ്റാത്തതാണ്. അപ്പൊ ഒരു കുട്ടിയുടെ
ബ്രെയിൻ ഡെവലപ്മെന്റിന്റെ പല പഠനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നത് ആ ബ്രെയിൻ ഡെവലപ്മെന്റ് ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നത് 6 വയസ്സ് വരെയുള്ള ജനനം തൊട്ട് 6 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. അല്ലെങ്കിൽ കുഞ്ഞ് അമ്മയുടെ വയറ്റിനകത്തുള്ള അതോടൊപ്പം തന്നെ 6 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. 2019 യുനിസെഫിന്റെ റിപ്പോർട്ട് പ്രകാരം 8.8 ലക്ഷം കുഞ്ഞുങ്ങളാണ്, അതായത് 0 മുതൽ 6 വരെ പ്രായമുള്ള കുട്ടികളാണ് ഇപ്പൊ 2019 ഒരു വർഷം മരണപ്പെട്ടത്. അവരുടെ ആരോഗ്യത്തിന് പൂർണ്ണമായി പിന്തുണ കൊടുക്കാൻ വേണ്ടി പറ്റുന്നില്ല. അവരുടെ വളർച്ച മുരടിപ്പ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറ്റുന്നു. ഇപ്പം അതിനകത്ത് തന്നെ കണക്ക് പറയുന്നത് 0 മുതൽ 6 വരെ പ്രായമുള്ള കുട്ടികളിൽ 37% കുട്ടികളും സ്റ്റണ്ട്, അതായത് വളർച്ച മുരടിച്ചവരാണ്. അതിനകത്ത് തന്നെ 17% വരുന്നത്, അതായത് ഇന്ത്യയിൽ ആകമാനം വരുന്നതിൽ 2.7 കോടി കുട്ടികൾ അണ്ടർ വെയിറ്റ് ആണ്. അപ്പൊ നമ്മൾ ഈ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ, നമ്മുടെ അംഗനവാടികളുടെയൊക്കെ ആണല്ലോ, ഈ അംഗനവാടികൾ വഴിയാണല്ലോ അമ്മയ്ക്കും കുഞ്ഞിനും കൊടുക്കേണ്ട പോഷകാഹാരങ്ങൾ, അവരുടെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ, അവരുടെ പഠനത്തിന് മുമ്പ്, സ്കൂൾ എഡ്യൂക്കേഷന് മുമ്പ് കൊടുക്കേണ്ട സംവിധാനങ്ങൾ കൊടുക്കേണ്ടത്. അപ്പൊ ആ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ അംഗനവാടി മുതൽ, അവിടെ മുതൽ പ്രീ സ്കൂൾ മുതൽ ഹയർ എഡ്യൂക്കേഷൻ വരെ ഈ വിദ്യാഭ്യാസ സംവിധാനത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട്, പക്ഷേ ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ട സംവിധാനം ഒന്നും കൊടുക്കുന്നതുമില്ല. ആ കേന്ദ്ര സംവിധാനത്തിനകത്ത് വെച്ച് പല സ്കീമുകളും നടത്തി, പക്ഷെ അർഹതപ്പെട്ട, അല്ലെങ്കിൽ ഇത്രയും വരുന്ന വിദ്യാർത്ഥികൾ, കുഞ്ഞുങ്ങൾ 0 മുതൽ 6 വയസ്സുള്ള പൊടി കുഞ്ഞുങ്ങളല്ലേ, 8.8 ലക്ഷമാണ് പ്രതിവർഷം ഇന്ത്യയിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ ഈ കണക്ക് അണ്ടർ വെയിറ്റിന്റെ കണക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുവരുന്നു. അംഗനവാടികൾ തരുന്ന അത് പ്രീ സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോഷകാഹാരം മാത്രമല്ല, അവരുടെ സ്കൂൾ എഡ്യൂക്കേഷനുമായിട്ട് പ്രാധാന്യമുണ്ട്. അവിടെയാണ് 50 വർഷത്തോളമായി അംഗനവാടികൾ നിലവിൽ വന്നത്. അപ്പൊ ഈ അംഗനവാടി ജീവനക്കാരുടെയും അംഗനവാടി സംവിധാനത്തിന്റെയും കൂടെ ഒരു പങ്ക് ഈ സമര മുന്നണിയിലെ പ്രാധാന്യമാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. രാജ്യത്തെ ഇന്ന് ഈ അംഗനവാടി സംവിധാന സിസ്റ്റം വന്നതിന് ശേഷം 50 വർഷത്തിനപ്പുറത്തേക്ക് രാജ്യത്തെ 3.38 ലക്ഷം, അതായത് 3.38 ലാഖ് അംഗനവാടികളിൽ ശുദ്ധജല സംവിധാനം ഇല്ല. 3,38,000 അംഗനവാടികളിൽ, അതായത് ശുദ്ധമായ ജലം കുടിക്കാൻ വേണ്ടി ഉള്ള സൗകര്യം ഇന്ന് ഇന്ത്യയിലില്ല. 4.61 ലക്ഷം, 4,61,000 അംഗനവാടികളിൽ ടോയ്ലറ്റേ ഇല്ല. അങ്ങനൊരു സംവിധാനം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ പോഷക കൊടുക്കേണ്ട അംഗനവാടികൾ ഇന്ത്യയിലെ അവസ്ഥയാണ്, ദയനീയമായിട്ടുള്ള അവസ്ഥയാണ്. അതിൽ തന്നെ 48 ആകെ ഇന്ത്യയിലുള്ള അംഗനവാടികളിൽ 48.6% വരുന്ന അംഗനവാടികൾക്ക് സ്വന്തമായി കെട്ടിടമില്ല. ഇതാണ് രാജ്യത്തെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷന്റെ സ്ഥിതി. അപ്പൊ ഈ സമര മുന്നണിയുടെ ഭാഗമാകേണ്ടത് അംഗനവാടിയിലെ തൊഴിലാളികളുമാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശ്രയിക്കുന്ന, ദുരിത ജീവിതം അനുഭവിക്കുന്ന ഈ വിദ്യാർത്ഥികളെ മരണത്തിലേക്ക് തള്ളി നീക്കുന്ന ആ ഭരണ സംവിധാനത്തെ തുറന്നു കാട്ടുക എന്ന ഉത്തരവാദിത്വം നമുക്കതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇത് കേവലം വിദ്യാർത്ഥികളുടെയോ അധ്യാപകരുടെ വിഷയത്തിനപ്പുറത്തേക്ക് നാളത്തെ ഇന്ത്യൻ തലമുറയുടെ വിഷയമാണ്, ഇന്നത്തെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ഉൾപ്പെടെ വിഷയമാണ്, മാതാപിതാക്കളുടെ ആകെ വിഷയമാണ് എന്ന് ഇപ്പോ ഇതിനകത്ത് ഈ NEP 2020 ബന്ധപ്പെട്ടുകൊണ്ട് ഈ അംഗനവാടി സംവിധാനത്തെ, പ്രീ സ്കൂൾ സംവിധാനത്തെ ഫോർമൽ എഡ്യൂക്കേഷന്റെ ഭാഗമായി കൂടെ ചേർക്കുകയാണ്. കാരണം എന്താ, ഫോർമൽ എഡ്യൂക്കേഷന്റെ ഭാഗമാകുമ്പം സ്കൂളുകളിലേക്ക് അവരെ പറഞ്ഞയക്കണം. ഇത്തരത്തിലൊരു കെയർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നില്ല. നിലവിലത്തെ അവസ്ഥയെ ഇങ്ങനെ തന്നെ. പിന്നെ അത് സ്കൂളിലേക്ക് കൂടെ മാറ്റി കഴിയുമ്പോഴുള്ള അവസ്ഥയെ പറ്റി നമുക്ക് ചിന്തിക്കേണ്ട കാര്യമുണ്ടല്ലോ. അത് എന്താ, ഈ സംവിധാനത്തിൽ നിന്ന് പിന്മാറുക ലാഭകരമല്ല. അത് പല NGOകളെ ഏൽപ്പിക്കുക, ആ NGOകൾക്ക് ഫണ്ടിങ് കൊടുക്കുക. ആ NGOകൾ പരമാവധി RSS ഫണ്ടഡ് ആണ്. ഇപ്പോൾ മിഡ് ഡേ മീൽ സ്കൂളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ ബംഗാൾ എൽസ്കോൺ എന്ന് പറയുന്ന ഒരു NGOക്കാണ് കൊടുത്തിരിക്കുന്നത്. അവർക്ക് ഫണ്ട് ചെയ്യുന്നത് ഗവൺമെന്റിന്റെ ഫണ്ടിങ് ഉണ്ടാവും, സബ്സിഡികൾ ഉണ്ടാവും. അതിനെ പൂർണ്ണമായി സംസ്ഥാന സംവിധാനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പൂർണ്ണമായി പിന്മാറിക്കൊണ്ട് ഇപ്പൊ പുതിയൊരു തന്ത്രം കൂടെ ഉണ്ട്.
അതായത് ഒരു കുട്ടിക്ക് വേണ്ട പോഷകാഹാരം അതിനകത്ത് മുട്ട കാണും, മീൻ കാണും. അത് തന്ത്രപരമായ രീതിയിലാണ് പറയുന്നത്. കാരണം ഇന്ത്യൻ സംസ്കാര പ്രകാരം വെജിറ്റേറിയൻ ഫുഡാണ് ആരോഗ്യകരമായി വിദ്യാർത്ഥി കഴിക്കേണ്ടത്. അതിന് ബോധപൂർവ്വം, കാരണം മുട്ടയെ ഒഴിവാക്കണം, മീനെ ഒഴിവാക്കണം, അതിന് പൈസ കൂടുതൽ കൊടുക്കണം, വകയിരുത്തണം. ഇപ്പൊ ബംഗാളിൽ എന്താ, മുട്ട കഴിക്കാൻ വേണ്ടി പാടില്ല, ഇറച്ചി കഴിക്കാൻ വേണ്ടി പാടില്ല, മീൻ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി പാടില്ല. തന്ത്രപരമായ രീതിയിൽ, അതായത് ആ ഫണ്ട് അലോക്കേഷൻ നിന്ന് പിന്മാറുകയാണ്. അപ്പൊ അതിന് തന്ത്രപരമായ രീതിയിൽ അവർ കണ്ട ഒരു വർഗീയ കാര്യം കൂടെ ഉണ്ട്. ഇന്ത്യൻ സംസ്കാരം ഏതാ, നമ്മൾ ഇതിനെ ഒന്നും കൊന്നു കഴിക്കാൻ വേണ്ടി പാടില്ല, മുട്ട കഴിക്കാൻ വേണ്ടി പാടില്ല, നമ്മൾ വെജിറ്റേറിയൻ ആണ്. ആ നിലയിലും ഈ സംവിധാനങ്ങളെയും കൂടെ അവർ ഉപയോഗിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. നമ്മൾ ഇപ്പൊ ഈ ഫോർമൽ എഡ്യൂക്കേഷന്റെ ഭാഗമാകുമ്പോൾ ഇതെല്ലാം പ്രശ്നം വരും. പിന്നൊന്ന് പ്രീ സ്കൂൾ എഡ്യൂക്കേഷനിൽ നിന്ന് നമ്മൾ സ്കൂൾ എഡ്യൂക്കേഷനിലേക്ക് പോകുന്നു. ഇപ്പൊ നീതി ആയോഗ്, കേന്ദ്ര ഗവൺമെന്റ് വെച്ച റിപ്പോർട്ട്, ഇപ്പൊ നീതി ആയോഗിന്റെ റിപ്പോർട്ട് ഏറ്റവും ലേറ്റസ്റ്റ് 2026 ഇറങ്ങി. പക്ഷെ എന്റെ കയ്യിലുള്ളത് 2025 വരെയുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനൊരു ഡേറ്റ തയ്യാറാക്കിയത്. ഔദ്യോഗികമായ റിപ്പോർട്ടാണല്ലോ, പക്ഷെ മോദിയുടെ ഗവൺമെന്റ് ഇറക്കുന്ന ഔദ്യോഗിക റിപ്പോർട്ടിൽ പറയാൻ പോകുന്ന കാര്യങ്ങൾ, അപ്പൊ യഥാർത്ഥ ചിത്രം അതിന് എത്ര ഇരട്ടിയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 2014 മുതൽ 2024 വരെയുള്ള കാലഘട്ടം ഇന്ത്യയിൽ പൂട്ടപ്പെട്ട സർക്കാർ സ്കൂളുകളുടെ എണ്ണം എന്ന് പറയുന്നത് നീതി ആയോഗിന്റെ റിപ്പോർട്ട് പ്രകാരമാണ് 1,20,000 സർക്കാർ സ്കൂളുകൾ ഇന്ത്യയിൽ പൂട്ടപ്പെട്ടു. 1,20,000. ഒന്നാം പ്രൈസ്, ഏറ്റവും കൂടുതൽ സ്കൂളുകൾ പൂട്ടപ്പെട്ടതിന് ഒന്നാം പ്രൈസ് കിട്ടിയിരിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. ഏകദേശം 31,000-ഓളം സർക്കാർ സ്കൂളുകളാണ്. അതായത് സർക്കാർ സ്കൂളുകൾ ആരാ പോകുന്നത്? സാധാരണപ്പെട്ട കർഷക തൊഴിലാളികളുടെയും ഏറ്റവും പിന്നോക്കം വരുന്ന ജനവിഭാഗങ്ങളിലെയും കുട്ടികളാണല്ലോ ഏറ്റവും കൂടുതൽ സർക്കാർ സ്കൂളുകളെ ആശ്രയിക്കുന്നത്. ആ സ്കൂളുകളെയാണ്, സാധാരണക്കാരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകൾ പൂട്ടി. എന്താ, ലാഭകരമല്ല. 1,20,000 സ്കൂളുകൾ പൂട്ടി എന്ന് പറഞ്ഞാൽ എത്ര കോടി വിദ്യാർത്ഥികളായിരിക്കും പഠനം ഉപേക്ഷിക്കേണ്ടി വന്നത് ഈ കഴിഞ്ഞ 12 വർഷ കാലഘട്ടത്തിനിടയിൽ? ഏറ്റവും കൂടുതൽ സ്കൂൾ പൂട്ടപ്പെട്ട 2ാം സംസ്ഥാനം, ഡബിൾ എഞ്ചിന്റെ സർക്കാർ അവിടെയാണ് ഓടുന്നത്, ഉത്തർപ്രദേശാണ്. ഇതേ നയം തന്നെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ പിന്തുടരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. തെലുങ്കാനയിൽ, കർണാടകയിൽ 10,000-ഓളം സ്കൂൾ പൂട്ടി. തെലുങ്കാനയിൽ 1,000-ഓളം സ്കൂൾ പൂട്ടി. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് സർക്കാരാണ്, അവിടെ കോളേജും കൂടാണ് പൂട്ടുന്നത്. ഗുജറാത്തിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകൾ പൂട്ടുന്നു. അവർ പറയുന്നത് എന്താ, സ്കൂൾ മെർജർ. ഈ NEP-യുടെ ഡോക്യുമെന്റ് വായിക്കുമ്പോൾ അത് പറയുന്നത് ക്ലസ്റ്ററുകൾ രൂപീകരിക്കും, സ്കൂൾ മെർജറുകൾ നടത്തി നല്ല ഫെസിലിറ്റീസ് അവർ കൊടുക്കും. നിങ്ങൾ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡിങ് ആണ്, ഒരുപാട് മലയാള മാധ്യമങ്ങളും ആ വാർത്ത കൊടുത്തിരുന്നു. രാജസ്ഥാനിലെ വിദ്യാർത്ഥികൾ നടത്തിയ ഒരു സമരമാണ്. സ്കൂളിൽ നിന്ന് PM ശ്രീ സ്കൂളാണ് കേട്ടോ അത്. ഇപ്പൊ PM ശ്രീ സ്കൂളിന്റെ തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. 2 കൈയും നീട്ടി VD സതീശൻ സ്വീകരിച്ചിരിക്കുകയാണല്ലോ. ഇത് BJP-യുടെ പൊളിറ്റിക്കൽ അജണ്ട എന്ന് പറഞ്ഞ VD സതീശൻ ആ പൊളിറ്റിക്കൽ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നടപ്പിലാക്കി ആദ്യം ഒപ്പിട്ട സംസ്ഥാനങ്ങളിൽ ഒന്ന്, BJP പ്രഖ്യാപിച്ച ഘട്ടത്തിൽ തന്നെ ഒപ്പിട്ട സംസ്ഥാനം ഒന്ന് രാജസ്ഥാനാണ്, കോൺഗ്രസ് ഭരിക്കുന്ന ഘട്ടത്തിൽ തന്നെ. അപ്പൊ ആ രാജസ്ഥാനിലെ കുട്ടികൾ, ഇന്നിപ്പോ അവിടെ BJP-യാണ് ഭരിക്കുന്നത്, പെൺകുട്ടികളാണ് ആ സമരം നയിച്ചത്. PM ശ്രീ നടപ്പിലാക്കിയ സ്കൂളാണ്. അധ്യാപകരില്ല, ഇംഗ്ലീഷും ഹിസ്റ്ററിയും മാത്സും സോഷ്യൽ സയൻസും എല്ലാം പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക. എല്ലാ ദിവസവും ക്ലാസ് ഇല്ല അവർക്ക്. അതാണ് രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തിന്റെ അവസ്ഥ. അതോടൊപ്പം തന്നെ നമ്മൾ ഈ 1,20,000 സർക്കാർ സ്കൂളുകൾ പൂട്ടി എന്ന് പറയുന്നതോടൊപ്പം തന്നെ അപ്പോ 2025 കണക്ക് പ്രകാരം 11.07 ലക്ഷമായിരുന്നു. അതിപ്പോ 10.13 ലക്ഷമായി. ആ ഘട്ടത്തിൽ തന്നെ 2.88 ലക്ഷമായിരുന്നു പ്രൈവറ്റ് സ്കൂളുകൾ ഇന്ത്യയിൽ. ആ പ്രൈവറ്റ് സ്കൂളുകൾ 3.39 ലക്ഷമായി കൂടി. അപ്പൊ നോക്ക്, സാധാരണപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്ന സർക്കാർ സ്കൂളുകളെ അവർ ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനം തകർത്ത് അധ്യാപകരെ ഇല്ലാതാക്കി. അതോടൊപ്പം തന്നെ രാജ്യത്തെ പ്രൈവറ്റ് സ്കൂളുകളുടെ എണ്ണം ആകമാനം ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ഡബിൾ എഞ്ചിൻ സർക്കാർ ഭരിക്കുന്ന ബീഹാറിലാണ് ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് സ്കൂളുകളുടെ എണ്ണം കൂടിയ സംസ്ഥാനം എന്ന് പറയുന്നത്. ഇതാണ് ഈ കഴിഞ്ഞ 12 വർഷക്കാലമായി BJP നടപ്പിലാക്കിയത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കിയതിന് ശേഷം ഇന്നത്തെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ സംവിധാനത്തെ, സ്കൂൾ സംവിധാനത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്
ഓരോ ദിവസവും ശരാശരി ഇന്ന് ഇന്ത്യയിൽ 25 സർക്കാർ സ്കൂളുകൾ വീതം, ഇപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഇന്ന് ചിലപ്പോൾ 25 സർക്കാർ സ്കൂളുകൾ പൂട്ടി. ശരാശരി നമ്മൾ കണക്ക് പരിശോധിക്കുമ്പോൾ ഒരു ദിവസം ഇന്ത്യയിൽ പൂട്ടപ്പെടുന്ന സ്കൂളുകളുടെ എണ്ണം 25. എത്ര ലക്ഷം കുട്ടികളാണ് ബാധിക്കുന്നതെന്ന് കൂടെ നമ്മൾ ആലോചിക്കണം. സർക്കാർ സ്കൂളുകളിലെ എൻറോൾമെന്റ് കുറഞ്ഞ് 2.26 കോടി, കഴിഞ്ഞ റിപ്പോർട്ട് പ്രകാരം 2.26 കൂടി വിദ്യാർത്ഥികളുടെ എൻറോൾമെന്റ് കുറയുന്ന ഒരു സാഹചര്യം വരുന്നു. 8% വരുന്ന പ്രൈവറ്റ് സ്കൂളുകളുടെ എണ്ണം വരുന്നു. അപ്പൊ ഇതിനകത്ത് തന്നെ ഒരു കുട്ടി സ്കൂളിൽ വരുമ്പോ എന്തുകൊണ്ടാണ് പ്രൈവറ്റ് സ്കൂളിലേക്ക് തള്ളപ്പെടുന്നത്? അതൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് കുട്ടി സ്കൂളിൽ പോകാത്തത്? അതൊരു രണ്ടാമത്തെ ചോദ്യമുണ്ട്. അതിനെന്താ പ്രശ്നം? ഇൻഫ്രാസ്ട്രക്ചർ. ഇന്ന് ഇന്ത്യയിലെ, ഞാൻ നേരത്തെ അംഗനവാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞതുപോലെ തന്നെ, ഇന്ന് ഇന്ത്യയിലെ സ്കൂളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻഫ്രാസ്ട്രക്ചർ, ഇപ്പൊ കേരളത്തിലെ സ്കൂളുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്നു. നമുക്ക് കാണാം കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ. പക്ഷെ ഇന്ത്യയിലെ ആകമാനം തന്നെ പരിശോധിക്കുമ്പോൾ, അതും നീതി ആയോഗിന്റെ റിപ്പോർട്ട്, കാരണം സർക്കാർ BJP ഇറക്കിയ റിപ്പോർട്ടും കൂടാണ്, അതിൽ പറയുന്നത് ഇന്നും ഇന്ത്യയിൽ 98,592 സ്കൂളുകളിൽ വിദ്യാർത്ഥിനികൾക്ക്, പെൺകുട്ടികൾക്ക് ഉള്ള ടോയ്ലറ്റ് സംവിധാനം ഇല്ല. എങ്ങനെ ഒരു വിദ്യാർത്ഥിനി സ്കൂളിൽ പോകുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കും. ഒരു പെൺകുട്ടി എങ്ങനെയാണ് സ്കൂളിലേക്ക് പോകുന്നത്? നീതി ആയോഗിന്റെ റിപ്പോർട്ട് പ്രകാരമാണ് 98,592 സ്കൂളുകളിൽ. അതിൽ തന്നെ പറയുന്നുണ്ട് 61,540 സ്കൂളുകളിൽ യൂസബിൾ ടോയ്ലറ്റ് ഇല്ല. ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്കും ഇല്ല. ഇതാണ് ഇന്നത്തെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ നോക്കണല്ലോ. ഒരു കുട്ടി സ്കൂളിൽ പോകുമ്പോൾ ഈ സംവിധാനങ്ങളെല്ലാം വേണമല്ലോ. അതോടൊപ്പം തന്നെ രാജ്യത്ത് 1,19,000 സ്കൂളുകളിൽ, സർക്കാർ സ്കൂളുകളാണ്, ഞാൻ മറ്റു സ്കൂളുകൾ പറയുന്നില്ല, വൈദ്യുതി ഇല്ല. അതായത് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ആണല്ലോ വൈദ്യുതി, വെള്ളം, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്. അതിന്റെ കാരണമാണ് ഇപ്പൊ 2020 മുതൽ 2025 വരെയുള്ള കണക്ക് പ്രസിദ്ധീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് രാജ്യത്ത് 65.7 ലക്ഷം കുട്ടികളാണ് പഠനം കഴിഞ്ഞ, അതായത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കിയതിന് ശേഷം 65.7 ലക്ഷം വിദ്യാർത്ഥികളാണ് പഠനം ഉപേക്ഷിച്ചത്. അതായത് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ദേശീയ വിദ്യാഭ്യാസം നടപ്പിലാക്കിയതിന് ശേഷം 5 വർഷത്തിന്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് ഇത് നാഷണൽ എക്സ്ക്ലൂഷൻ പോളിസിയാണ്, വിദ്യാർത്ഥികളെ പുറന്തള്ളുന്ന പോളിസിയാണ്. ഒരു വിദ്യാർത്ഥിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല, പുറന്തള്ളപ്പെടുന്നതല്ലാതെ. അതിൽ തന്നെ പറയുന്ന ഒരു കണക്ക്, ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ മുദ്രാവാക്യമാണല്ലോ നരേന്ദ്രമോദിയുടെ. 29,800,000 വിദ്യാർത്ഥികൾക്കാണ്, അഡോളസെന്റ് ഗേൾ ആണ് ഇതിനകത്ത്, പെൺകുട്ടികൾ, ടീനേജ് പെൺകുട്ടികളാണ്. ഈ 65.7, അതായത് പകുതിയിലധികം പഠനം ഉപേക്ഷിക്കേണ്ടി വന്ന ആർക്കാണ്? പെൺകുട്ടികൾക്കാണ്. അതിന്റെ കണക്ക്. അത് ഏറ്റവും കൂടുതൽ പഠനം ഉപേക്ഷിക്കപ്പെടേണ്ടി വന്ന സംസ്ഥാനം ഏതാണ്? നമ്മുടെ നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനമായിട്ടുള്ള ഗുജറാത്താണ്. ഇതാണ് രാജ്യത്തെ ഇന്നത്തെ സ്കൂൾ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവസ്ഥ. അതോടൊപ്പം തന്നെ വേറൊരു കണക്ക് വരുന്നു. ഇപ്പം ഇതിനകത്തെല്ലാം അധ്യാപകരുടെ റേഷ്യോ പറയുന്നുണ്ട്. ഇപ്പൊ RTI നിയമപ്രകാരം അധ്യാപകരുടെ റേഷ്യോ എന്ന് പറയുന്നത് പ്രൈമറി സ്കൂൾ തലങ്ങളിൽ വരേണ്ട റേഷ്യോ 30:1 ആണ്. അപ്പോഴാണ് അടുത്ത കണക്ക് വരുന്നത്, ഈ ദേശീയ വിദ്യാഭ്യാസം നടപ്പിലാക്കി 5 വർഷത്തിനിടയിലുള്ള കണക്ക് വരുന്നത്. രാജ്യത്തെ ഇന്നും 33 ലക്ഷം വരുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്നത് ഏക അധ്യാപക സ്കൂളിലാണ്. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കുന്നത് ഒരു അധ്യാപികയായിരിക്കും. എന്ത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആയിരുന്നു ആ അധ്യാപിക അണ്ടർസ്റ്റിമേറ്റ് ചെയ്യല്ല, വില കുറച്ച് കാണുമല്ല. പക്ഷെ എന്തൊരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ്. ഇപ്പൊ NEP-ക്കകത്ത് എപ്പോൾ നമ്മൾ നോക്കിയാലും ക്വാളിറ്റി, ടാലന്റ് എന്ന പദങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പൊ എന്ത് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ്? ഇപ്പം രാജ്യത്തെ 33 ലക്ഷം കുട്ടികൾ പഠിക്കുന്നത് ഏകദേശം 1 ലക്ഷത്തോളം വരുന്ന ഏക അധ്യാപക സ്ഥാപനങ്ങളിലാണ്. അതാണ് ആ ക്വാളിറ്റിയും സംവിധാനവും എന്ത് വരാൻ പോകുന്നത്. അവര് നാളത്തെ തലമുറയെ, അവരുടെ വിദ്യാഭ്യാസം എന്ന സ്വപ്നത്തെ, നാളെ ഈ പറയുന്നത് കണക്ക് ഇവരിപ്പോ നടത്തിക്കൊണ്ട് നീറ്റ് പരീക്ഷ ക്രാക്ക് ചെയ്യാനുള്ള ബോധ്യത്തിലേക്ക് ആ വിദ്യാർത്ഥികളെ ട്രെയിൻ ചെയ്തെത്തിക്കാൻ വേണ്ടി പറ്റുമോ? അല്ലെങ്കിൽ ഇന്നത്തെ മത്സര പരീക്ഷ സംവിധാനത്തിലേക്ക് ആ അടിസ്ഥാനത്തിലാണല്ലോ ഈ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ സ്കോർ ചെയ്യാൻ വേണ്ടി അവർ പുറന്തള്ളപ്പെടുന്ന വിദ്യാർത്ഥികളാണ്.
ഇന്ന് തൊഴിൽ കമ്പോളത്തിൽ ഏറ്റവും ചെറിയ കൂലിക്ക് ഒരു തൊഴിലാളിയെ വേണം. ആ തൊഴിലാളിക്ക് വേണ്ടിയുള്ള ബേസിക് നോളജ്, ആ തൊഴിലാളിക്ക് വേണ്ട എന്ത് ഗുണമാണോ ആ സ്കില്ലാണ് അവിടെ കൊടുക്കുന്നത്. അതിനപ്പുറം അവന്റെ ഭൗതിക നിലവാരം ഉയർത്തുന്നതിനും സാമൂഹിക പ്രതിബദ്ധത ഉയർത്തുന്നതിനും ഉന്നത വിദ്യാഭ്യാസ സംവിധാനത്തിലേക്ക് എത്തുന്നതിനും അത് നമ്മുടെ രാഷ്ട്രത്തിനും രാജ്യത്തിനും ലോകത്തിനും തന്നെ ഉപയോഗപ്രദമാക്കുന്നതിനുമുള്ള ഒരു ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടില്ല. ഇടപെടലുണ്ട്. പണമുണ്ടോ? നിങ്ങൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ലഭിക്കും. അതൊരു സെക്ഷൻ 1% കിട്ടുന്നത്. ബാക്കി എല്ലാവരും ഇതിനകത്തുനിന്ന് പുറന്തള്ളപ്പെടുന്ന ഇതാണ് ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനം. ഇപ്പൊ അക്കാഡമിക്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുമ്പോൾ എന്താ നമ്മൾ കണ്ടു. ഇപ്പൊ NCERT പാഠപുസ്തകം കോവിഡിന്റെ സമയത്ത് എന്താ, ഇപ്പൊ അതിന് കോവിഡ് തൊട്ട് തുടങ്ങിയതാണ്. ഇപ്പൊ ഈ NEP നടപ്പിലാക്കിയതിന് തൊട്ട് അവരെ ഏറ്റവും കൂടുതൽ ഒഴിവാക്കപ്പെടുന്ന പാഠഭാഗങ്ങൾ നമുക്ക് നോക്കാം. ജനാധിപത്യം, അതിന്റെ നിർവചനം ടെക്സ്റ്റിൽ നിന്ന് മാറ്റും. ഇന്ത്യൻ പ്രിയാമ്പിൾ, ഭരണഘടനയുടെ പ്രിയാമ്പിൾ, അത് ടെക്സ്റ്റിൽ നിന്ന് മാറ്റി. ഗാന്ധിവധം ടെക്സ്റ്റിൽ നിന്ന് മാറ്റി. കാരണം എന്താ, അവിടെ ഹിന്ദുത്വ ഭീകരവാദ സംവിധാനങ്ങളെ ഗോഡ്സെയൊക്കെ പറയേണ്ടി വരും. അവരുടെ രാഷ്ട്രീയ ഗുരുവാണല്ലോ. അപ്പൊ ഈ സംവിധാനങ്ങളെല്ലാം മാറ്റി അതിനപ്പുറത്തോട്ട് വീർ സവർക്കറിനെ പോലുള്ള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ യാതൊരു പങ്കും വഹിക്കാത്ത വ്യക്തികളെ ഇപ്പം ഗാന്ധിയെ മാറ്റിയാണ് സവർക്കറിനെ പ്രതിഷ്ഠിക്കുന്നത്. അപ്പൊ അത് ചരിത്ര പാഠഭാഗങ്ങൾ മാത്രമല്ല, ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട കാർത്തികൻ ഇവിടെ സൂചിപ്പിച്ചു പോയി, ശാസ്ത്രത്തെയും വളച്ചൊടിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ പറഞ്ഞില്ല, ഇപ്പൊ 2016 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് ശാസ്ത്ര കോൺഗ്രസ് എന്ന് പറയുന്നത് ആദ്യമായി പ്ലാസ്റ്റിക് സർജറി ചെയ്തത് ഇന്ത്യയിലാണെന്നും അത് ഗണപതിയിലാണെന്നും ആദ്യമായി വിമാനം പറത്തിയത് പുഷ്പക വിമാനമാണെന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അത് ആ നിലയിൽ അശാസ്ത്രീയ സംവിധാനങ്ങളെ നമ്മുടെ പാഠഭാഗത്തിനകത്തേക്ക് ശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുത്തി നിറയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമം രാജ്യത്തിനകത്ത് നടക്കും. ഈ പറഞ്ഞ സെക്യുലറിസം പോലുള്ള പദം. അപ്പോൾ ഇതോടൊപ്പം അല്ലെ ഗുജറാത്ത് കലാപം ഒഴിവാക്കപ്പെടുന്നു. അപ്പൊ ആ നിലയിൽ നമ്മുടെ സിലബസുകളെ അശാസ്ത്രീയമാക്കി ചരിത്രത്തോട് ഒരു നിലയിലും നീതി പുലർത്താത്ത നിലയിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നു. അശാസ്ത്രീയത ആ പാഠപുസ്തകത്തിന് അകത്തേക്ക് കടന്നു കയറ്റാൻ വേണ്ടിയുള്ള ശ്രമം സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നടക്കുന്നു. ഈ ഘട്ടത്തിലാണ് സ്കൂൾ വിദ്യാഭ്യാസത്തെ ഇങ്ങനെ ഇതിനു മുമ്പ് ഉന്നത വിദ്യാഭ്യാസ സംവിധാനത്തെയാണ് അവർ പിടിച്ചടക്കിയെങ്കിൽ ഇതിൽ അവരുടെ എയിമാണല്ലോ ക്യാച്ച് ദം യങ്, ചെറുപ്പത്തിലെ പിടിക്കുക. ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാവാൻ വേണ്ടി പാടില്ല, ക്രിട്ടിക്കൽ അനാലിസിസ് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. അവർ ഫീഡ് ചെയ്യും, അത് മാത്രം പറയുക. അതിനപ്പുറത്തേക്ക് ചിന്താശേഷി, ചിന്തിക്കാൻ വേണ്ടി ആ ഒരു കുട്ടിക്ക് അതിനുള്ള ശേഷി ഉണ്ടാവാൻ പറ്റില്ല. അത് ആ ബോധ്യത്തോടു കൂടിയാണ് ഈ സംവിധാനങ്ങളെ അവർ മോൾഡ് ചെയ്യപ്പെട്ടിരിക്കും. ഇപ്പൊ അതിന്റെ ഒരു ഭാഗമാണ് ഇപ്പോ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ബിൽ കഴിഞ്ഞ ഇതിന്റെ മുമ്പത്തെ പാർലമെന്റ് സമ്മേളനത്തിൽ അവർ പ്ലേസ് ചെയ്തു. പക്ഷെ അത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് മുമ്പാകെ വെച്ചിരിക്കുകയാണ്. അപ്പൊ അത് വരുമ്പോഴുള്ള പ്രശ്നം എന്താ, UGC, AICT, NCT സംവിധാനങ്ങളെല്ലാം ഈ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രീകരിക്കാൻ വേണ്ടി പോവുകയാണ്. ആ കമ്മീഷനകത്ത് 12 അംഗങ്ങൾ, ആ 12-ൽ 9 പേരും അപ്പോയിന്റ് ചെയ്യുന്നത് ആരാ? BJP ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്യും. ആ 9 പേരെ അപ്പോയിന്റ് ചെയ്യുമ്പോൾ അവരുടെ ക്രൈറ്റീരിയ ഉണ്ട്. അത് അക്കാഡമീഷ്യൻസ് മാത്രമല്ല, ഇന്ത്യയിലെ കോർപ്പറേറ്റുകൾക്കും ബിസിനസ്സുകാർക്കും അതിൽ പ്രാതിനിധ്യമുണ്ട്. ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം വരാൻ വേണ്ടി പോകുന്നത്, അതായത് കമ്പോളത്തിൽ ആ മുതലാളിത്തത്തിന് ആരെയാണോ വേണ്ടത്, ഏത് സ്കില്ലാണോ അവന്റെ തൊഴിലാളിക്ക് വേണ്ടത്, ആ സ്കില്ല് ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി രാജ്യത്തെ സർവകലാശാലകളെ മാറ്റാൻ വേണ്ടി അതിനെ പൂർണ്ണമായി കേന്ദ്രീകരിക്കാനുള്ള സംവിധാനം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നു. അതോടൊപ്പം തന്നെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ടിങ് അത് പൂർണ്ണമായി ഇപ്പൊ ഈ UGC ഗ്രാന്റ് സംവിധാനം പിൻവലിക്കുന്നതോടുകൂടി അത് പൂർണ്ണമായി മാറും. അതിന് ഇനിയിപ്പോ ഗ്രാന്റ് കൊടുക്കത്തില്ല, അതിനപ്പുറത്തേക്ക് ലോൺ കൊടുക്കും. ഇനി കിട്ടാൻ വേണ്ടി പോകുന്നത് ലോണാണ്. ആ ലോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് 10 വർഷത്തിന്റെ കാലാവധി കൊടുക്കും. 10 വർഷത്തിന് ശേഷം ആ ലോൺ തിരിച്ചടയ്ക്കണം. സർവകലാശാല സ്വാഭാവികമായിട്ട് എങ്ങനെയാണ് തിരിച്ചടയ്ക്കേണ്ടത്? കുട്ടികളുടെ ഫീസ് വർദ്ധിപ്പിക്കും. ഒരു പൊതു സർവകലാശാല, പബ്ലിക് യൂണിവേഴ്സിറ്റികളെയാണ്, ഈ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലാണ് കേട്ടോ സാധാരണ കുട്ടികൾ പഠിക്കുന്നത്. രാജ്യത്ത് കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ ഏകദേശം 41-ൽ നിന്ന് 500-ലേക്കാണ് സ്വകാര്യ സർവകലാശാലകളുടെ എണ്ണം കൂടിയത്. രാജ്യത്തെ സ്വകാര്യ സർവകലാശാലകളുടെ എണ്ണം കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ 51-ൽ നിന്ന് 500-ലേക്കാണ് വരുന്നത്. ആ ഘട്ടത്തിൽ തന്നെ നമ്മുടെ
പബ്ലിക് യൂണിവേഴ്സിറ്റി, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അവിടെ പൂർണ്ണമായി ഫണ്ട് കട്ടി. പക്ഷേ ഈ സ്വകാര്യ സർവകലാശാലകൾക്ക് പല നിലയിലും ഗവൺമെന്റ് എയ്ഡ് കൊടുക്കുകയാണ്. നമ്മൾ സബ്മിറ്റിന്റെ സമയത്ത് കണ്ട ഗോൾഗോട്ടിയ യൂണിവേഴ്സിറ്റി, അവരൊരു ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത ഒരു റോബോട്ടിനെ അവിടെ കൊണ്ട് വെച്ചിട്ട് അവരുടെ സംവിധാനം, ആ യൂണിവേഴ്സിറ്റിക്ക് ഗ്രാൻഡ് സർക്കാർ കൊടുക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റ് ഗ്രാൻഡ് ആ സർവകലാശാലകൾ കൊടുക്കുകയാണ്. പക്ഷേ പബ്ലിക് ഫണ്ട് ചെയ്യേണ്ട സർവകലാശാലയുടെ ഗ്രാൻഡുകളെല്ലാം മാറി അവിടെ ലോൺ ആക്കുന്നു. കേരള യൂണിവേഴ്സിറ്റിക്ക് അവർ 10 കോടി രൂപ ലോൺ കൊടുക്കും. 10 വർഷത്തിന് ശേഷം ആ ലോൺ തിരിച്ചടയ്ക്കണം. അത് വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കും. ആ നിലയിലേക്ക് നമ്മുടെ സർവകലാശാലകളെ, നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളെ ആകെ തകർക്കുന്നു. സംസ്ഥാന സർവകലാശാല ഗുണമുണ്ട്. കാരണം രാജ്യത്തെ 81% വരുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്നത് എവിടെ? കേന്ദ്ര സർവകലാശാലകളിലോ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി അല്ല, പൊതു സർവകലാശാല, സംസ്ഥാനങ്ങളിലുള്ള പൊതു സർവകലാശാലയിലാണ്. അവിടെയാണ് അതേ നിലയിൽ തന്നെ അവരുടെ നയം നടപ്പിലാക്കിയാൽ മാത്രമേ UGCയുടെ ഗ്രാന്റ് ലഭിക്കൂ, പല സ്കീമുകളുടെ ഫണ്ട് ലഭിക്കൂ. ആ നിലയിൽ വിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കുന്നതിന് വേണ്ടി ബോധപൂർവ്വം കേന്ദ്രീകരിച്ച് അവരുടെ കൈപ്പടയിലാക്കാൻ വേണ്ടി ശ്രമം നടക്കും. അതിനിടയിലാണ് ബഹുമാനപ്പെട്ട കാർത്തി സാർ പറഞ്ഞ LOCF എന്ന് പറയുന്ന ലേണിംഗ് ഔട്ട്കം ബേസ്ഡ് കരിക്കുലം ഫ്രെയിംവർക്ക്, അതും പ്രാബല്യത്തിൽ കൊണ്ടുവന്നു. അത് കരിക്കുലം ഓരോ സംസ്ഥാനങ്ങൾക്കുള്ള, ഇപ്പം അവർ കരിക്കുലം ഫ്രെയിം ചെയ്യുവാണെങ്കിൽ ഇതിനുള്ളിൽ നിന്നുകൊണ്ട് വേണമെന്നും പറഞ്ഞ് പുതിയ നിയമം പാസ്സാക്കുകയാണ്, പുതിയ ഡ്രാഫ്റ്റ് അവർ കൊണ്ടുവരികയാണ്. പക്ഷെ ഏറ്റവും അവസാനം സമരത്തിന്റെ ഭാഗമായി പിൻവലിക്കേണ്ടി വന്നു. പക്ഷെ അത് പല നിലയിൽ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള, അതിനകത്താണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യൻ നോളജ് സിസ്റ്റം, ഇന്ത്യയിലെ ശാസ്ത്രജ്ഞരെയും ഇന്ത്യയിലെ ചിന്തകന്മാരെയും തത്വചിന്തകന്മാരെയും എല്ലാം പഠിക്കണമെന്നുള്ള ആഗ്രഹമാണ്. പക്ഷേ അശാസ്ത്രീയമായ സംവിധാനങ്ങളെല്ലാം തന്നെ ശാസ്ത്ര സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ നോളജ് സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു. ഇപ്പൊ കെമിസ്ട്രി പാഠപുസ്തകം, ഗായത്രി മന്ത്രം വെച്ചാണ് കെമിസ്ട്രിയുടെ പാഠപുസ്തകം ആരംഭിക്കുന്നത്. കെമിസ്ട്രിയുടെ പാഠഭാഗം ആരംഭിക്കുന്നത് ഗായത്രി മന്ത്രം ഉപയോഗിച്ചുകൊണ്ട്. ആ LOCF ഡ്രാഫ്റ്റ് പുറത്തിറങ്ങിയപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചതാണ്. ആറ്റമിന് വരെ പരമാണു, അത് ഇന്ത്യയിലാണ് ആദ്യം കണ്ടുപിടിച്ചത്. ആ നിലയിൽ ഒരു പോകുന്നു. അങ്ങനെ വിവിധ വിചിത്രമായ വാദങ്ങൾ. ഇപ്പോ രാമരാജ്യവും എക്കണോമിക്സുമായിട്ട് എന്താ ബന്ധമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എക്കണോമിക്സിൽ പഠിക്കാനുള്ള പാഠഭാഗങ്ങളൊന്ന് രാമരാജ്യമാണ് LOCF ഡ്രാഫ്റ്റിൽ. ഏതാ സ്ഥിതി എനിക്ക് അറിഞ്ഞുകൂടാ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ സവർക്കറും ദീൻദയാൽ ഉപാധ്യായും, അവിടെ ഗാന്ധിജിയെ പഠിക്കുന്നത് ഇന്ത്യൻ ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള ഗാന്ധിജി ആ സിലബസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ കൊടുത്തിരിക്കുന്ന പുസ്തകങ്ങൾ നോക്കുമ്പോൾ ഗാന്ധിജി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടല്ല അവർ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമര പോരാളി എന്നൊരു വാക്കേ അതിനകത്ത് ഇല്ല. അത് ഗാന്ധിയൻ ദർശനം എന്ന നിലയിലാണ് ഗാന്ധിയെ. പക്ഷെ സവർക്കറിനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാളി, അവിടെ ഭഗത് സിംഗിനെ ഒഴിവാക്കി. ദീൻദയാൽ ഉപാധ്യായ അതിനകത്ത് വരുന്നു. അപ്പൊ ആ നിലയിൽ നമ്മുടെ പാഠഭാഗങ്ങളിലേക്ക് എങ്ങനെ കടന്നു വരാം എന്ന ശ്രമം. ഇപ്പോ ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനത്തെ തകർക്കുന്നു, അങ്ങനെ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തെ തകർക്കുന്നു, അതോടൊപ്പം തന്നെ കരിക്കുലത്തെ കേന്ദ്രീകരിക്കുന്നു. അവരുടെ പ്രൊപ്പഗണ്ടകൾ, അശാസ്ത്രീയമായിട്ടുള്ള പ്രൊപ്പഗണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ആ നിലയിൽ രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തെ എല്ലാം ഈ നിലയിൽ പ്രതിരോധിക്കുന്ന കടപ്പ്. ഇത് പറഞ്ഞല്ലോ, പ്രീ സ്കൂൾ മുതൽ ഇപ്പൊ ഈ റിസർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയൊരു കമ്മീഷൻ സംവിധാനം വരാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ എന്ത് റിസർച്ച് ചെയ്യണമെന്നുള്ള അവർ തീരുമാനിക്കും. ലാഭകരമല്ലാത്ത റിസർച്ചിന് നിങ്ങൾക്കൊരു ഫണ്ടിങ് ലഭിക്കാൻ വേണ്ടി പോകുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ലാഭകരമെന്ന് തോന്നുന്നത് കമ്പോളത്തിന് ലാഭം കിട്ടുന്ന എന്താണോ അതിനെ ഇനി ഫണ്ട് ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളൂ. അവർ തീരുമാനിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന പ്രപ്പോസല് തള്ളിക്കളയും. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ പോളിസി മേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു, പക്ഷെ അതിന്റെ പോളിസി മേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ റിസർച്ച് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അംഗീകാരം കൊടുക്കുന്നതിനകത്ത് ഇന്ന് ഇന്ത്യയിലെ കമ്പോള മുതലാളിമാരായിരിക്കും പാവമുണ്ട്. കാരണം അവർക്ക് ലാഭം കിട്ടുമില്ലയോ, അതില്ലെങ്കിൽ ഫണ്ടിങ് ഇല്ല. ആ നിലയിലേക്ക് ഈ പറയുന്ന പ്രീ സ്കൂൾ മുതൽ ഉന്നത വിദ്യാഭ്യാസ സംവിധാനങ്ങളെ വരെ ഈ വർഗീയവൽക്കരിക്കാനും കച്ചവടവൽക്കരിക്കാനും കേന്ദ്രീകരിക്കാനുമുള്ള ശ്രമമുണ്ട്. അപ്പോൾ ഈ സമര മുന്നണിയുടെ ഭാഗമാകേണ്ട ആരൊക്കെയാ? അംഗനവാടി മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖല വരെയുള്ള ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കേണ്ട എല്ലാവരുടെ, വിദ്യാർത്ഥികളുടെ മാത്രമല്ല, അധ്യാപകരുടെ മാത്രമല്ല, മിഡ് ഡേ മീൽക്കാരുടെ സമരമാണിത്, അംഗനവാടി തൊഴിലാളികളുടെ സമരമാണിത്, ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഏതൊരു തൊഴിലാളികളുടെയും സമരമാണിത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കുന്ന ഇന്ത്യൻ ജനതയുടെ
സമരമായി മാറ്റുക എന്ന രാഷ്ട്രീയ ഉത്തരവാദിത്വമാണ് നമ്മളെല്ലാവരും ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനോടൊപ്പം ശക്തമായി നമ്മൾ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള ഇതാണ് കഴിഞ്ഞ ഒരു 12 വർഷത്തെ ഇന്ത്യൻ വിദ്യാഭ്യാസ സംവിധാനത്തിന്, അതോടൊപ്പം തന്നെ കഴിഞ്ഞ 5 വർഷം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കിയതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ ബ്രീഫായി സൂചിപ്പിക്കുക എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ആ ഘട്ടത്തിലാണ് കഴിഞ്ഞ 3 മാസ കാലയളവിൽ രാജ്യത്ത് സംഭവിച്ച കാര്യങ്ങൾ. മെയ് മാസം 12-ാം തീയതിയാണ് നീറ്റ് പരീക്ഷ. ഇപ്പൊ വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രീകരണത്തിന് ഒരു ഉദാഹരണമല്ല നീറ്റ് പരീക്ഷ. ആ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2017 NTA നിലവിൽ വരുന്നത്. 2018 മുതൽ നീറ്റ് പരീക്ഷ നടത്താൻ വേണ്ടി തുടങ്ങി. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 89-ലധികം വരുന്ന പരീക്ഷാ പേപ്പറുകളാണ് ചോർന്നത്. 40-ലധികം വരുന്ന റീ എക്സാമിനേഷൻ നടത്തി. അതിന്റെ ഭാഗമായി 2024 സമാനമായി പരീക്ഷാ പേപ്പർ ചോർന്നു. 2026 ആ പരീക്ഷ ചോർന്ന പരീക്ഷ റദ്ദ് ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വന്നു. മെയ് മാസം 12-ാം തീയതിയാണ് പരീക്ഷ റദ്ദ് ചെയ്തത്. ഏകദേശം 22 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളാണ് 22.5 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളാണ് നീറ്റ് പരീക്ഷ എഴുതിയത്. ആ ഘട്ടത്തിൽ തന്നെയാണ് CBSE പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് OSM സ്കാം. 16 ലക്ഷത്തിലധികം വരുന്ന വിദ്യാർത്ഥികളാണ് CBSE പരീക്ഷ എഴുതിയത്. വിദ്യാഭ്യാസത്തിന്റെ കേന്ദ്രീകരണത്തിന്റെ ബലം ദുരിതം അനുഭവിച്ചത് ഈ വിദ്യാർത്ഥികളാണ്. അവരുടെ ഭാവിയെയാണ് അതുമായി ബന്ധപ്പെടുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ വരുന്നു കോക്രോച്ചുകൾ, പാരാസൈറ്റുകൾ. അതിന്റെ ഭാഗമായി ഒരു വലിയ ഇപ്പൊ മെയ് 12-ാം തീയതി ഈ പരീക്ഷ റദ്ദ് ചെയ്ത ആ ദിവസം തന്നെ ഒരുപക്ഷെ SFI ആണ് ആദ്യമായി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ ഓഫീസിലേക്ക്, ശാസ്ത്രി ഭവനിലേക്ക് മാർച്ച് നടത്തിയത്. വലിയ ബ്രൂട്ടലായിട്ടാണ്. 50ഓളം പേരെയാണ് അന്ന് അറസ്റ്റ് ചെയ്തത്. അതുതൊട്ട് ഇന്ന് വരെ ഏകദേശം 74-75 ദിവസങ്ങൾ രാജ്യത്തെ വിദ്യാർത്ഥികൾ ആകമാനം തന്നെ തെരുവിലായിരുന്നു. ആ ഭയത്തെ ഭരണകൂടം ഭീകരമായി വിദ്യാർത്ഥികളുടെ ശബ്ദത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ ആ ഭയത്തെ വിദ്യാർത്ഥികൾ കീഴ്പ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ ഈ സമരത്തെ ഇല്ലാതാക്കാൻ വേണ്ടി പല നിലയിൽ വിഭജിക്കാൻ വേണ്ടി ഇത് ഖാലിസ്ഥാനികളുടെ സമരമാണ്, അത് മുസ്ലിങ്ങൾ ഫണ്ട് ചെയ്യുന്ന സമരമാണ്, ചൈനീസ് ഏജന്റുമാർ നടത്തുന്ന സമരമാണ്. ഈ സമരത്തെ വിഘടിപ്പിക്കാനുള്ള എല്ലാ ശ്രമം നടന്നപ്പോൾ ആ വിഘടന സംവിധാനത്തിനൊന്നും തന്നെ വിദ്യാർത്ഥികളുടെ ആത്മവീര്യത്തെ, സമരവീര്യത്തെ തകർക്കാൻ വേണ്ടി പറ്റിയില്ല. ആ പ്രഖ്യാപനമാണ് ജന്തർ മന്ദറിൽ. ഇപ്പോ പലരും പറയാതെ ജന്തർ മന്ദറിലെ സമരത്തിന്റെ വിജയം മാത്രമല്ല, രാജ്യത്താകമാനം തന്നെ നടന്ന സമരത്തിന്റെ വിജയമാണ്. ജന്തർ മന്ദറിലെ സമരം കൊണ്ട് മാത്രം നരേന്ദ്രമോദി ഭയക്കത്തില്ല. ആ സമരം കാരണം രാജ്യത്തെ ജനങ്ങളാകമാനം തന്നെ തെരുവിൽ വന്നു. അതിനെയാണ് നരേന്ദ്രമോദി ഭയപ്പെട്ടത്. ഇതിപ്പോ നീറ്റ് പരീക്ഷ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള സമരം മാത്രമായിട്ട് നമ്മൾ ഇതിനെ കാണുകയും ചെയ്യരുത്. രാജ്യത്ത് BJP വിരുദ്ധ സമീപനം ജനങ്ങൾ കഴിഞ്ഞ 12 വർഷത്തെ BJPയുടെ സംഘപരിവാർ സർക്കാരിന്റെ ഇടപെടൽ കാരണം ദുരിതത്തിലാണ്. ആ ദുരിതത്തിന് വിദ്യാർത്ഥികൾ ആ സമരത്തിന് നേതൃത്വം നൽകി. അതിനോടൊപ്പം രാജ്യത്തെ ജനങ്ങളാകമാനം തന്നെ ആ സമരത്തോടൊപ്പം. ഇപ്പൊ സമരത്തിൽ പലരും ജൻസികളുടെ സമരം മാത്രമാണെന്ന് ചിത്രീകരിക്കുന്നത്. ജൻസികളുടെ മാത്രം സമരമല്ല, എല്ലാവരും ഈ സമരത്തോടൊപ്പം. എനിക്ക് ഓർമ്മയുണ്ട്, കാൺപൂരിൽ ഞങ്ങൾ സമരപന്തലിൽ നിൽക്കുമ്പോൾ കാൺപൂരിൽ നിന്ന് അമ്മയുടെ പേര് ക്രാന്തി എന്നാണ്, ക്രാന്തി വിപ്ലവം. ആ അമ്മ കാൺപൂരിൽ നിന്ന് വരുവാണ്. ഒരു 70-75 വയസ്സൊക്കെ ആണോ അമ്മയ്ക്ക്. ആ അമ്മയ്ക്ക് ഈ സമരത്തിൽ പങ്കുചേരാൻ വേണ്ടി, ഞങ്ങളുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ വേണ്ടി അമ്മ വന്നു. മറ്റൊന്ന് കാണുന്നത്, 2ാം ക്ലാസ്സിലും 1ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളുമായി മാതാപിതാക്കൾ ആ സമരത്തിൽ വന്നു. ഞങ്ങളെ നിരാഹാര പന്തൽ കിടക്കുമ്പോൾ ഈ അമ്മമാരെല്ലാവരും കൂടെ ഞങ്ങളുടെ അടുത്തൊന്ന് പറയുകയാണ്, ഞങ്ങൾ ഈ സമരത്തോടൊപ്പം ഉണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നവരുണ്ട് വിദ്യാർത്ഥികൾ. ഇപ്പോ കർഷക സമരം ഏകദേശം 1.25 വർഷമാണ് നീണ്ടു നിന്നത്. ഇത് 73 ദിവസങ്ങൾ, ജന്തർ മന്ദറിൽ 36ഓളം ദിവസങ്ങൾ നിന്നു. വളരെ ആശങ്ക നമുക്ക് ആദ്യത്തെ ഘട്ടത്തിലുണ്ട്. ഇത്രയും വിദ്യാർത്ഥികൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവരുടെ ഭക്ഷണം, അവരുടെ താമസം. പക്ഷെ ഇതൊന്നും അവിടെ വന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പ്രശ്നമേ ആയില്ല. കാരണം രാജ്യത്തെ ജനങ്ങൾ സഹായിക്കുന്നുണ്ട്. ഭക്ഷണത്തിന് ഒരു ഘട്ടത്തിൽ പോലും ഞങ്ങൾ പ്രതിസന്ധി വരിക്കേണ്ടി വന്നില്ല. ആ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊടുക്കുന്ന വിദ്യാർത്ഥികൾ രാജ്യത്തെ ജനങ്ങൾ ആകമാനം തന്നെ സഹായിച്ചു. 10,000-കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ അവിടെ, ജനങ്ങളാകെ ഈ സമരം വിജയിച്ചേ തിരിച്ചു മടക്കമുള്ളൂ
എന്ന പ്രഖ്യാപനം അവർ നടത്തി. ആ പോലീസ് 20-ാം തീയതി നടത്തിയ നരനായിട്ട് നമ്മൾ കണ്ടതാണല്ലോ. ആ നരനായിട്ടിലൂടെ അവർ കരുതിയത് വിദ്യാർത്ഥികൾ തിരിച്ചു പോകുന്നതാണ്. അവർ നരനായാട്ട് നടത്തി 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവിടെ 10,000 വിദ്യാർത്ഥികളാണ് അല്ലെങ്കിൽ 20,000 വിദ്യാർത്ഥികളാണ് ജന്തർ മന്ദറിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതെങ്കിൽ അത് 40,000 ഇരട്ടിയായി തെരുവിലേക്ക് ജന്തർ മന്ദറിലേക്ക് ഒഴുകിയെത്തുന്ന സമീപനമാണ് നമ്മൾ കണ്ടത്, ഞങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. ജൻസികൾ അരാഷ്ട്രീയമാണ് എന്ന് പല നിലയിൽ ചില മാധ്യമങ്ങൾ ചിത്രീകരിക്കാൻ വേണ്ടി ശ്രമിച്ചൊരു ഘട്ടം കൂടിയാണ്. അല്ല, നല്ല രാഷ്ട്രീയമുണ്ട്. അതിൽ നമ്മൾ ഉൾപ്പെടെയുള്ളവർ, ഞാൻ ഉൾപ്പെടെയുള്ളവർ, നമ്മുടെ സംഘടന ഉൾപ്പെടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ കമ്മ്യൂണിക്കേഷൻ. ഈ സമരം നമ്മളെ ബോധ്യപ്പെടുത്ത ഒരു കാര്യമുണ്ട്. ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്വം എന്ന നിലയിൽ നമ്മൾ ഉൾപ്പെടെ എല്ലാവരും ഏറ്റെടുക്കേണ്ട ഒന്നാണ്. നമ്മുടെ സമരങ്ങളിലേക്ക് ദുരിതം അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾ എത്തുക, ദുരിതം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾ എത്തിക്കുക എന്നുള്ളത് ആ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുകയാണ്. ആ കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ ഉത്തർപ്രദേശിൽ എനിക്കൊണ്ടൊരു അഭിപ്രായം. ഉത്തർപ്രദേശിന്റെ രാഷ്ട്രീയ സാഹചര്യം നമുക്കറിയാം. അവിടെ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം എത്രയോ ദൗർബല്യമുള്ളതാണ്. ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ആ സമര കേന്ദ്രത്തിൽ ഞാൻ പോയി. ഞങ്ങൾ 25 പേര് മാത്രമാണ് ആ സമരത്തിന് നേതൃത്വം കൊടുക്കാൻ ഉത്തർപ്രദേശിൽ ഉണ്ടായത്. വെറും 25 പേര്. അവിടുത്തെ SFIയുടെ സംസ്ഥാന ഭാരവാഹി, പ്രസിഡന്റ് എല്ലാം ഉണ്ട്. ആ 25 പേർ തുടങ്ങിയ സമരം അവസാനിച്ചത് 300 പേരെ വെച്ചാണ്. ഞങ്ങളൊരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥലത്ത് പോയി. 300 പേര്, അതായത് 100 പേരെ വെച്ച് 3 സ്ഥലത്ത് ഞങ്ങൾ പൊതുസമ്മേളനം നടത്താൻ വേണ്ടി സാധിച്ചു. പോലീസ് കൂടി. പക്ഷെ കുട്ടികൾക്ക് ഭയമില്ല. ഞങ്ങൾക്ക് ആശങ്കയായിരുന്നു, ജന്തർ മന്ദറിൽ ലാത്തി ചാർജ് നടക്കുമെന്നുള്ള ഒരു സംവിധാനമുണ്ട്. ലാത്തി ചാർജ് നടന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വരുന്ന കുട്ടികൾ, കാരണം ഈ സമരത്തിന്റെ ഒരു വിജയശില്പി എന്ന സൗത്ത് ഇന്ത്യയിൽ ആകമാനം തന്നെ സമരം നടന്നെങ്കിലും ഡൽഹിയിലേക്ക് ഞങ്ങൾ മൊബിലൈസ് ചെയ്താൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കുട്ടികളാണ്. ഞങ്ങൾ 30 പേര് വരണമെന്ന് പറയുമ്പോൾ അവർ ഇങ്ങോട്ട് പറയുകയാണ് ഈ സമരത്തിന്റെ കരുതൽ ഞങ്ങൾ 100 പേര് വരും. ഉത്തർപ്രദേശിൽ നിന്ന് വന്നത് 150 പേരാണ്. അതായത് അന്ന് സംഘർഷം നടന്ന ദിവസം 150 പേർ ഉത്തർപ്രദേശിൽ നിന്ന് ഡൽഹിയിലേക്ക് വന്നു. 100 കണക്കിന് കുട്ടികൾ UP-യിൽ അവിടെ സമരം നടത്തുന്നു. വലിയ ദൗർബല്യമുള്ള സംസ്ഥാനമായിരുന്നു ഹരിയാന. അവിടുത്തെ സംസ്ഥാന ഭാരവാഹി ഉൾപ്പെടെ, കാരണം ഈ പോലീസ് സംവിധാനങ്ങളിലെല്ലാം തന്നെ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമരത്തിന് ശേഷം, ആ സമരത്തിന്റെ ഭാഗമായി 6-7 ജില്ലകളിലാണ് 200 പേരെ വെച്ച് 24 മണിക്കൂർ സമരം നടത്താൻ വേണ്ടി സാധിച്ചത്. SFI എന്ന നിലയിലാണ് ആ സമരം നടന്നത്. പക്ഷെ അത് നമ്മുടെ മാത്രം നേട്ടമായിട്ടല്ല, ഈ സമരത്തിന്റെ ആകെ നേട്ടമാണ്. ദൗർബല്യങ്ങൾ ഹിമാചൽ പ്രദേശ്, പല സംസ്ഥാന, രാജസ്ഥാനിൽ, സിക്കറിൽ ആയിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പല ജില്ലകളിൽ സമരം നടത്താൻ വേണ്ടി പറ്റി. അത് തുറന്നു കാട്ടപ്പെടുന്നത് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഈ വിഷയം അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ ആ വിദ്യാർത്ഥികളെല്ലാം തന്നെ ചേർന്നു. ആ വിദ്യാർത്ഥികളോടൊപ്പം തന്നെ ഇപ്പോൾ ഹരിയാനയിൽ നിന്നുള്ള SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം, ആ കുട്ടിയുടെ കൈ ഒടിഞ്ഞു. ഈ ലാത്തി ചാർജിന്റെ ഭാഗമായിട്ടാണ് ജന്തർ മന്ദിർ വന്ന്. അപ്പൊ ഞാൻ ആ കുട്ടിയെടുത്ത് ചോദിച്ചു, വീട്ടിൽ പോയി. അപ്പൊ ഞാൻ ഫോൺ വിളിച്ചു. വീട്ടിലിപ്പം തൻ്റെ മകൻ കൈ ഒടിഞ്ഞ് സമരത്തിന്റെ ഭാഗമായി, ഹരിയാന പോലെ സംസ്ഥാനം, കേരളമല്ല, മറ്റ് സംവിധാനങ്ങൾ ശക്തമുള്ള സംസ്ഥാനമല്ല. ഞാൻ ആ കുട്ടിയെ വിളിച്ചു ചോദിച്ചു, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞ മറുപടി, ആ കുട്ടിയോട് പറഞ്ഞേ, അഭിമാനമേ ഉള്ളൂ, എൻ്റെ മകൻ ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട്, അവൻ ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള സമരത്തിന് പങ്കെടുത്തുകൊണ്ട് അവന്റെ കൈ ഒടിഞ്ഞെങ്കിൽ അതിൽ അഭിമാനിക്കുന്ന ആയിരക്കണക്കിന് അച്ഛനമ്മമാരുള്ള ഇന്ത്യയായി ഈ സമരത്തിലൂടെ നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കൂ. ജനങ്ങൾ, വിദ്യാർത്ഥികൾ, ഇതിന് ദുരിതം അനുഭവിക്കുന്നവർ ഈ സമരത്തോടൊപ്പം ചേർന്ന്. അപ്പൊ ഇതിന്റെ ഘട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കാതെ പോകാൻ വേണ്ടി സാധിക്കില്ല. ഈ വലിയ സമര മുന്നണി ആകമാനം വരുമ്പോൾ കോൺഗ്രസ് ഈ സമരത്തെ വിമർശിക്കുകയല്ല, പ്രതിപക്ഷ നേതാവ് ജന്തർ മന്ദറിൽ വരും, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് വരുമെന്നല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചു. അവരെടുത്തൊരു സമീപനം കൂടിയുണ്ട് ഈ സമരത്തെ. അവർ തള്ളിപ്പറയുക എന്നുള്ളതല്ല, അവർ സമരം ഏറ്റെടുത്തില്ല എന്നും കൂടെ പറയുകയല്ല. പക്ഷെ ഈ ഒത്തൊരുമയെ പല നിലയിൽ ഡൈവേർട്ട് ചെയ്യാനുള്ള ശ്രമം അവർ നടത്തി കേട്ടോ. ഇപ്പൊ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ നിന്ന് SFI ഭാരവാഹികളെ വിളിക്കുകയുണ്ടായി. ഈ സമരത്തിന്റെ ഭാഗമായി ഞങ്ങൾ കോൺഗ്രസിനോടൊപ്പം ചേരണം. ഞങ്ങൾ പറഞ്ഞു, ഈ സമരത്തോടൊപ്പം നിങ്ങൾക്ക് ചേരാം, കോൺഗ്രസിന് ഈ സമരത്തോടൊപ്പം ജന്തർ മന്ദിർ വരാം. നമ്മൾ ഈ പാരലായിട്ടുള്ള സമരം ശരിയല്ലല്ലോ. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് പറഞ്ഞു, ഞങ്ങളടുത്ത് പറഞ്ഞത്, ഇപ്പൊ ഞങ്ങളുടെ 40-50ഓളം വിദ്യാർത്ഥികളാണ് ഗുരുതരമായി പരിക്കേറ്റത്. കൈ ഒടിഞ്ഞവരുണ്ട്, കാലിൽ പരിക്കേറ്റവരുണ്ട്. അപ്പൊ അവരെ കൂടെ കൊണ്ടുവരിക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ. നമുക്ക് ഒരുമിച്ച് വാർത്താ സമ്മേളനം നടത്താം. നമ്മൾ പോയില്ല. ഞങ്ങൾ പറഞ്ഞു,
കോൺഗ്രസ് നടത്തുന്ന സമരവും ഏത് രാഷ്ട്രീയ പാർട്ടി നീറ്റുമായുടെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമരത്തിന് ഞങ്ങൾ ഐക്യദാർഢ്യപ്പെടുന്നു. രാഹുൽ ഗാന്ധിയെ പോലീസ് പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഞങ്ങൾ പറഞ്ഞല്ലോ അത് തെറ്റാണ്. പക്ഷെ ഈ സമരത്തെ ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പല രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി മാത്രമായി ഉപയോഗപ്പെടുത്താൻ വേണ്ടി കാട്ടില്ല. അതിനുശേഷം കനയ്യകുമാർ വിളിച്ചു, SFI വരവലെ വിളിച്ചു, നമുക്ക് സംസാരിക്കണം. അതായത് ഈ സമരം വിജയിക്കുന്ന 2-3 ദിവസങ്ങൾക്ക് മുമ്പ്. അപ്പൊ ആ നിലയിലും ഉള്ള ഇടപെടൽ നടന്നു. പക്ഷെ ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ ഏതൊക്കെ നിലയിൽ ഇതിനെ രാഷ്ട്രീയ വേറെ നിലയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചാലും ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ പോരാടാൻ ഉറച്ച് പോരാടിയതിന്റെ ഭാഗമായിട്ടാണ്, ഭയത്തെ കീഴ്പ്പെടുത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഈ സമരത്തെ വിജയിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതിപ്പോഴും ഞാൻ പറയുന്ന ഒന്ന്, ഇത് ജന്തർ മന്ദറിലെ മാത്രം സമരമല്ല, നീറ്റിന്റെ മാത്രം സമരമല്ല, ഇന്ത്യയെ വീണ്ടെടുക്കാൻ വേണ്ടി ഇന്ത്യയിലെ ജനങ്ങൾ നടത്തിയ സമരമാണ്. രാജ്യത്താകമാൻ കേരളത്തിൽ നടത്തിയ സമരം, തമിഴ്നാട്ടിൽ നടത്തിയ സമരം, ആന്ധ്രയിൽ നടത്തിയ സമരം, തെലുങ്കാനയിൽ നടത്തിയ സമരം, രാജസ്ഥാനിൽ നടത്തിയ സമരം, ആൻഡമാനിൽ നടത്തിയ സമരം, ഗുജറാത്തിൽ നടത്തിയ സമരം, ഈ സമരങ്ങളുടെ എല്ലാം ഫലമായിട്ടാണ് ഈ വിജയത്തിലേക്ക് ഈ സമരത്തെ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന മോദിയുടെ വിശ്വസ്തന് രാജിവെക്കേണ്ട ഗതി ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും ഗതിയിലേക്ക് വന്നു. പക്ഷെ ഈ സമരത്തിന് എല്ലാ റെസ്പോൺസ് നമ്മൾ ആവശ്യപ്പെടുന്ന എന്താ? എഡ്യൂക്കേഷണൽ റിഫോമാണ്. മോദി കണ്ടുപിടിച്ച, അതായത് ഇതിന്റെ റിഫോർമേഷൻ മാറ്റമാണല്ലോ കൊണ്ടുവരേണ്ടത്, നവീകരിക്കപ്പെടുവാണല്ലോ ചെയ്തത്. ഈ സമരത്തിന്റെ കാരണമായി നരേന്ദ്രമോദി എന്ന് പ്രഖ്യാപിച്ച എന്താ? ഇൻസ്റ്റാഗ്രാം റീലുകൾ ഇടണം. ആ സമരം അവസാനിച്ച അന്ന് മുതൽ എല്ലാ ദിവസവും 12 മണിക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഇൻസ്റ്റാഗ്രാം റീലുകൾ. അതായത് ഈ വിഷയത്തെ അഡ്രസ് ചെയ്യാനല്ല, ഇൻസ്റ്റാഗ്രാം റീലുകൾ വഴി വഴിതെറ്റിയ ഇന്ത്യൻ യുവതയെ നേർവഴിക്ക് നടത്തണമെന്നാണ് നരേന്ദ്രമോദിയുടെ അഭിപ്രായം. പക്ഷേ ഇന്ത്യൻ യുവത, ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ, ഇന്ത്യയിലെ ജനങ്ങൾ വളഞ്ഞ വഴിക്ക് പോയ BJP സർക്കാരിനെ, സംഘപരിവാർ സർക്കാരിനെ അവർക്കെതിരെ വിരൽ ചൂണ്ടി ഇതാണ് നില, നിങ്ങൾ ഈ നിലയിൽ പോയില്ലെങ്കിൽ ഇനിയും ഒരുപാട് വിക്കറ്റുകൾ നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന് വീഴും എന്നുള്ള പ്രഖ്യാപനം നടത്തി. ഇവിടെ ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 നമ്മളെല്ലാം ഒറ്റക്കെട്ടായി പ്രതിരോധിക്കേണ്ടതായിട്ടുണ്ട്. രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനങ്ങളെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം രാജ്യത്തിനകത്ത് നടക്കുമ്പോൾ ഇന്ത്യയെ വീണ്ടെടുക്കാൻ വേണ്ടി, ഇന്ത്യയിലെ വിദ്യാഭ്യാസ സംവിധാനത്തെ വീണ്ടെടുക്കാൻ വേണ്ടി സംയുക്തമായ ഒറ്റക്കെട്ടായി ഈ സമരം ആകമാനം തന്നെ ഭരിച്ചിടുന്നത് എന്താ? നമ്മളെല്ലാവരും വിളിക്കുന്ന മുദ്രാവാക്യം എന്ത്? പീപ്പിൾ യുണൈറ്റഡ് ഷാൽ ആൾവേസ് വിൽ ബി വിക്ടോറിയസ്. നമ്മൾ ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു സമരം വിജയത്തിലേക്ക് എത്തും. ഏതൊരു ഹിറ്റ്ലറും ഈ സമര മുന്നണിക്ക് മുൻപിൽ പരാജയപ്പെടും. ആ സമര മുന്നണിയിലേക്ക് ഇപ്പം ഏറ്റവും വിവിധ സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളിലേക്ക്, ഇത് ബാധിച്ച വിദ്യാർത്ഥികളിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും അശ്രാന്തമായി പരിശ്രമിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഖാക്കളെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അഭിവാദനങ്ങൾ.